ഹലോ, ഹബീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലൊരു വെറൈറ്റി ചിക്കൻ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് ആദ്യം തന്നെ ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 2 കിലോൻ്റെ അടുത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇതേപോലെ വരൊക്കെ ഇട്ടെടുത്ത് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യണം കേട്ടോ. അങ്ങനെ നല്ലോണം വരൊക്കെ ഇട്ടെടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് കഴുകി വെള്ളമൊക്കെ തുടച്ച് അതിന് ശേഷം നമുക്ക് ഇതിലോട്ടുള്ള മസാല തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഇത് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്ന് ഉള്ളത് ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഞാനിതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് മുളക് പൊടി ഒരു 3 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലോട്ട് ഒരു 1/2 കപ്പ് തൈരാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ 2 കോഴിമുട്ടയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് കളറ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കട്ടോ. ഞാൻ കളറൊന്നും യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചിക്കൻ വെച്ചിട്ട് ചിക്കൻ നല്ലോണം ഒന്ന് മസാല പുരട്ടി കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിലും എല്ലാ ഭാഗത്തും ആ കീറിയ ഭാഗത്തൊക്കെ നല്ലോണം ഉള്ളിലേക്ക് ആവുന്ന വിധത്തിൽ മസാല നല്ലോണം തേച്ച് ഇതൊരു 2 മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ചെടുക്കാം കേട്ടോ. ഒരു 3 മണിക്കൂറിന് ശേഷം ഞാനിത് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഇനി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ഒരു കടായിൽ ഞാൻ എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മസാലയൊക്കെ ഈ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലിലും പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഇതിലോട്ട് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലോണം ഒന്ന് നമുക്കൊരു 90% വേവാവുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു ഭാഗം ഏകദേശം ഫ്രൈ ആയിന്ന് കണ്ടപ്പോൾ ഞാനിതൊന്ന് തിരിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അതേപോലെയൊക്കെ ഒന്ന് ചെയ്യാൻ നമ്മൾ എണ്ണൊന്നും മേത്തേക്ക് തെറിക്കാത്ത രൂപത്തിൽ ചെയ്തെടുക്കണം. അങ്ങനെ ഇനി ഞാനിത് ഒരു വേറൊരു പാനിലോട്ട് മാറ്റുകയാണ് കേട്ടോ. ഈ ഒരു പാനിൽ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു 5 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുന്നുണ്ട്. ഇനി ഞാൻ ആ എണ്ണയിലോട്ട് തന്നെ ഒരു 4 വലിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ആ വലിയുള്ളി നല്ലോണം ചെറിയ പീസാക്കിയതിന് ശേഷമാണ് ഇങ്ങനെ വഴറ്റി കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു 2 തക്കാളി നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, ചോപ്പറിൽ വെച്ചിട്ട്. അതും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇതിലോട്ടൊരു 3 മുളക് നമുക്ക് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ടൊരു 2 സ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഇട്ടെടുത്തിട്ടുള്ളത്. ഇതും കൂടി നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മസാലയിൽ തീരെ ഉപ്പിട്ടിട്ടില്ല, അതുകൊണ്ട് അതിനുള്ള ഉപ്പും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. 1 സ്പൂണോളം ഏകദേശം ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് 1 സ്പൂണ് കുരുമുളക് പൊടിയും അതുപോലെ ചിക്കൻ മസാല ഉണ്ടല്ലോ, അതും 1 സ്പൂണും ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഗരം മസാല അത് ഒരു 1/4 സ്പൂണോളം ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലാണ്. ഇനി ഇത് നല്ല പേസ്റ്റ് രൂപത്തിലാവാൻ വേണ്ടിയിട്ട് നമുക്കൊരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലോണം കൂടെ മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷം ഇതിലോട്ട് ചെറുനാരങ്ങയുടെ നീര് 1 സ്പൂണ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് 2 സ്പൂണ് വറ്റൽമുളക് ക്രഷ് ചെയ്തതും കൂടെ ഇട്ടെടുക്കാം.
എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് മെയിനായിട്ടുള്ളത് ചെറിയ ജീരകത്തിൻ്റെ പൊടി 2 സ്പൂണാണ്. ഈ ഒരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചിക്കന് ഉണ്ടാവുക. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു മസാല തന്നെ കഴിക്കാൻ. അങ്ങനെ നമ്മൾ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫില്ല് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതാ ആദ്യം തന്നെ ഒരു വാഴൻ്റെ ഇല എടുത്ത് ഇതേപോലെ ഒന്ന് കഴുകിയതിന് ശേഷം വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ വാട്ടിയാലേ നമ്മൾ വാഴൻ്റെ ഇല നല്ലപോലെ മടങ്ങി കിട്ടുകയൊക്കെ ചെയ്യുള്ളൂ, ഇല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് ഇതാ ഒരു ഫോയിൽ പേപ്പർ വെച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലായിട്ട് നമ്മൾ വാഴൻ്റെ ഇല വാട്ടിയതും കൂടി വെച്ചെടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ഇതാ കുറച്ച് മസാല ഇട്ടെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലാണ്ട് വെക്കുക. എന്നിട്ട് ബാക്കിയുള്ള മസാലയും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രൂപത്തിൽ ഇട്ട് കൊടുക്കട്ടോ. ഇനി നമുക്കിത് പൊതിഞ്ഞെടുക്കാം കേട്ടോ. ഇതേപോലെ വാഴൻ്റെ ഇല പൊതിയുക. അതിനുശേഷം ഫോയിൽ പേപ്പറും കൂടി കൂട്ടിയിട്ട് പൊതിയട്ടോ. ഈ ഫോയിൽ പേപ്പർ ആയിട്ട് പൊതിഞ്ഞാൽ പിന്നെ നൂലായിട്ട് കെട്ടുക അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ അതിന് തന്നെ വെള്ളം വെച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് ക്യാരറ്റ്, മല്ലിയില, കാബേജ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക, സ്പ്രിങ് ഒനിയൻ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് ആവിപ്പാത്രം വെച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മളെ ചിക്കനും വെച്ചെടുത്ത് ഇതേപോലെ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവി പോവാതിരിക്കാൻ വേണ്ടി ഞാനൊരു വെയിറ്റും കൂടി വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു 10-20 മിനിറ്റിന് ശേഷം നമ്മൾ ഇത് തുറന്ന് നോക്കുകയാണ്. നല്ല ആവി, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. മല്ലിയിലൻ്റെയും നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. നല്ല ആവിയാണ് കേട്ടോ, നല്ല ചൂടുണ്ട്. അപ്പോൾ ഇത് ചൂടോട് കൂടിയിട്ട് കഴിക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത്. പൊറാട്ടൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും അതുപോലെ എല്ലാ അപ്പങ്ങളുടെ കൂടെയും ബിരിയാണീൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതേപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായി. ഞങ്ങൾ എല്ലാവരും കൂടി കേട്ടോ ഇതിൽ നിന്ന് കഴിച്ചത്. എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ബായ്. അസ്സലാമു അലൈക്കും. താങ്ക് യു.